പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് വടകര ലോക്സഭാ മണ്ഡലത്തിൽ വിവാദമുണ്ടാക്കിയ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട കേസിൽ പ്രോസിക്യൂഷൻ അപ്പീൽ നൽകി. ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് അപ്പീൽ നൽകിയത്. റിയാസ് കെ എം ആർ ചേരുന്ന വിവരങ്ങളുമായി. റിയാസ്, ഏതായാലും കഴിഞ്ഞ ദിവസമാണ് ജിതിൻ ഭാസ്കറിന് കോടതി ജാമ്യം അനുവദിച്ചത്. ഇപ്പോൾ ഈ ഒരു കേസിൽ ഇപ്പോൾ പ്രോസിക്യൂഷൻ അപ്പീൽ നൽകിയിരിക്കുകയാണ്. ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അപ്പീൽ നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഈ വടകരയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറെ വിവാദം സൃഷ്ടിച്ച കേസായിരുന്നു വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസ്. അത് UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നെ പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുക്കുകയും തുടർന്ന് DYFI വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗമായ ജിതിൻ ഭാസ്കറിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീട് ജിതിൻ ജാമ്യത്തിൽ പുറത്തിറങ്ങുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ വടകര 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പുതിയ അപ്പീൽ സമർപ്പിച്ചിരിക്കുന്നത്. അതായത് ജിതിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാണ് ആവശ്യം. ജിതിൻ കേസ് അന്വേഷണത്തെ ജാമ്യത്തിലിറങ്ങുന്നത് കേസ് അന്വേഷണത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നൊരു ആരോപണം കൂടി പ്രോസിക്യൂഷൻ ഉന്നയിച്ചിട്ടുണ്ട്. ഇന്നാണ് അപ്പീൽ സമർപ്പിച്ചിരിക്കുന്നത്. അപ്പീൽ അടുത്ത ദിവസം കോടതി പരിഗണിക്കും. ശരി, എന്തായാലും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ ഒരു വടകര ലോക്സഭാ മണ്ഡലത്തിൽ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദമുണ്ടായത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രോസിക്യൂഷൻ അപ്പീൽ നൽകിയിരിക്കുകയാണ്. ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രോസിക്യൂഷൻ അപ്പീൽ നൽകിയിരിക്കുന്നത്. റിയാസ് കെ എം ആർ ആണ് വിവരങ്ങൾ നൽകിയത്.